നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിലെ അതിന്റെ എല്ലാ മേഖലയിലും ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ കുടുംബത്തിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കും, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കും, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തൊക്കെ ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കും. എന്താണ് ഈ ഭരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആരാണത്? കുറച്ച് മനുഷ്യരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഭരണാധികാരികൾ. ഈ ഭരണാധികാരികളെ കുറിച്ച് ഇസ്ലാം പറയുന്നത് എന്താണെന്നറിയോ? അതൊരു സേവനമാണെന്നാണ്. ആരുടെ ഉത്തരവാദിത്തമാണോ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരെ സേവിക്കലാണ്. അതല്ലാതെ അവരെ ചൂഷണം ചെയ്യലോ അനാവശ്യമായി അവരുടെ ജീവിതത്തിൽ കൈകടത്തലോ നിയന്ത്രിക്കലോ അല്ല ഭരണാധികാരി ചെയ്യേണ്ടത്. അവരെ സേവിക്കലാണ്. ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഭരണാധികാരികളല്ലേ? കുറച്ചു പേരുടെയെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടില്ലേ? ആരുടെ ഉത്തരവാദിത്തമാണോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അവരെ കുറിച്ച് ഉത്തരം പറയാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അവരെ കുറിച്ച് നമ്മളോട് ചോദിക്കപ്പെടും എന്നുള്ളതാണ്. അവരെ സേവിക്കുകയാണ് ഇസ്ലാം കൽപ്പിക്കുന്ന അധികാരം എന്ന് പറയുന്നത്. അതല്ലാതെ അമിതമായ നിയന്ത്രണമോ അനാവശ്യമായ ചട്ടക്കൂടുകളോ ചൂഷണമോ ഒന്നും അല്ല ഭരണം എന്ന് ഇസ്ലാം പറയുന്നു. കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സേവനമാണ് ഭരണവും അധികാരവും എന്ന് മനസ്സിലാക്കുക. ഈ സമയത്ത് ഞാൻ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാല്, ഈ നേതൃത്വം എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. അതിനെ അവഗണിക്കുകയോ അതിനോട് വിമുഖത കാണിക്കുകയോ ഒക്കെ ചെയ്താല് ന്യായ ദിവസത്തിൽ നിങ്ങൾ അപമാനിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഭരണത്തിനും നേതൃത്വത്തിനും അധികാരത്തിനും ഒക്കെ ഇസ്ലാമില്. വളരെ സൂക്ഷിക്കേണ്ടതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയമാണ് എന്നുള്ളത് ഈ ഒരു കുറെ കാര്യങ്ങളിലൂടെ നമുക്ക് ഇസ്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്.